ഡിഗ്രിക്കോ പ്ലസ് ടുവിനെ പഠിച്ചാൽ മാതിരി കംപ്ലീറ്റ് പഠിച്ചിട്ട് നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാന്നുള്ളത് രീതിയിൽ പോവുകയാണെങ്കിൽ അത് ഒരിക്കലും പറ്റില്ല. CMക്ക് പോകുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നുള്ളത് അന്നത്തെ ക്ലാസ് അന്ന് നമ്മൾ ഫിനിഷ് ചെയ്യണം. എത്രത്തോളം നമ്മൾ റിവിഷൻ കംപ്ലീറ്റ് ആക്കുന്നു അത്രത്തോളം നമ്മളെ മാർക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ഇപ്പോൾ ഈ ഫൗണ്ടേഷന് പോയി അവള് പ്ലസ് ടുവിൽ ഏകദേശം 98.2% ഒക്കെ മാർക്കുണ്ട്. ഇപ്പോൾ ഫൗണ്ടേഷന് പോയപ്പോൾ എന്താ ഇവരിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നാണ് ചോദിച്ചത്. ഫൗണ്ടേഷൻ്റെ മെയിനായിട്ടുള്ളത് ടൈം സ്പെൻഡ് ചെയ്യുക, പിന്നെ അതുപോലെ ഹാർഡ് വർക്ക്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സ്മാർട്ട് വർക്ക് എന്നുള്ളത്. സയൻസിൻ്റെ ഒരു വലിയൊരു ബൂം ഉണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് എൻട്രൻസ് എക്സാമുകളുടെ മേളം തന്നെ അവിടെ ഉണ്ട് അവർക്ക്. കൊമേഴ്സിന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ട്? അതിന് മെയിൻ ഇതെന്നുള്ളത് ഒന്ന് റെക്കഗ്നീഷനാണ്, ഗ്ലോബൽ റെക്കഗ്നീഷൻ തന്നെയാണ്. രണ്ടാമത് വരുന്നത് ഏണിംഗ് കപ്പാസിറ്റി, അതായത് സാലറി തന്നെയാണ്. ഇപ്പോൾ ഉള്ള ഒരു ടെൻഡൻസി എന്നുള്ളത് പുറത്ത് പോകാൻ കുറച്ചും കൂടി ഈസി ആൻഡ് ഹയർ സാലറി വരുന്നത് ഇപ്പോൾ കൊമേഴ്സ്. ബാക്കിലിന് ഇല്ല എന്നല്ല, അതിപ്പോഴും ഉണ്ട് ഈ കൊമേഴ്സ്. അപ്പോൾ ACCA, CMA, CA ആണെങ്കിലും ഒന്നും കൂടി എന്താ നമ്മൾ ലൈഫ് പുറത്ത് സെറ്റിൽ ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ഈസി ആണെന്നാണ് എൻ്റെ ഒരു